ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടൈറ്റിൽ ക്രിയേഷൻ ആണ്. ലോഗോ അനിമേഷൻ, ടൈറ്റിൽ ക്രിയേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ഒരുപാട് നല്ല ടൈറ്റിൽ അനിമേഷൻസും ലോഗോ അനിമേഷൻസ് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. വളരെ മിനിമൽ ആയിട്ടുള്ള 2D ടൈപ്പ് ടൈറ്റിൽ അനിമേഷൻസ് മുതൽ അത്യാവശ്യം ക്ലാസ് ആയുള്ള 3D ടെക്സ്റ്റ് അനിമേഷൻസ് വരെ നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ അനിമേഷൻ ആണ്. ആഫ്റ്റർ എഫക്ട്സിൽ ഓൾറെഡി ഉള്ള എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിന് പുറമെ ഞാനൊരു പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട്. സേബർ എന്നാണ് പ്ലഗിന്റെ പേര്. വീഡിയോ കോപ്പൈലറ്റിന്റെ സേബർ എന്ന് പറയുന്ന പ്ലഗിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലഗിൻ ആണ്. നിങ്ങൾക്ക് അത് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതുള്ളൂ. വേറെയും ഒരുപാട് പ്ലഗിൻസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ചിലതെല്ലാം ഫ്രീ ആണ്, ചിലതെല്ലാം പെയ്ഡ് ആണ്. ആഫ്റ്റർ എഫക്ട്സ് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലഗിൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല നല്ല പ്രൊഡക്റ്റുകളും ഔട്ട്പുട്ടുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ അനിമേഷന് ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന്റെ ഡ്യൂറേഷൻ ഞാൻ ചേഞ്ച് ചെയ്യാണ്. 10 സെക്കൻഡിൽ താഴെയുള്ള ഒരു അനിമേഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി സെറ്റിംഗ്സ് എല്ലാം ഞാൻ ഡിഫോൾട്ടിൽ തന്നെ ഇടുകയാണ്. ഓക്കെ കൊടുത്തു. ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈസ് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ അനിമേഷനും ടൈറ്റിൽ റിവീലൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ നെക്സ്റ്റ് ഒരു പുതിയ സോൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. ഒരു പുതിയ സോൾഡ് ക്രിയേറ്റ് ചെയ്തു. എന്തിനാണ് പുതിയ സോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ സേവർ പ്ലഗിൻ അപ്ലൈ ചെയ്യാനാണ്. സേവർ പ്ലഗിൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എഫക്ട്സിൽ വീഡിയോ കോപ്പൈലറ്റ് സേവർ കണ്ടോ, നിങ്ങൾക്കൊരു ഗ്ലോ എഫക്ട് അല്ലെങ്കിൽ ഒരു ലൈൻ ഗ്ലോ ചെയ്യുന്ന പോലെ ഒരു എഫക്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ പ്രീസെറ്റ് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടോ, ഒരുപാട് പ്രീസെറ്റ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഡിഫോൾട്ട് ആയുള്ളതിൽ തന്നെ ഇടുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ കളർ കാര്യങ്ങളെല്ലാം ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഇന്റൻസിറ്റി, ഗ്ലോ സ്പ്രെഡ് എന്നിങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ എഫക്ട് സാധാ പോലെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കുറേ കൂടി ബെറ്ററും യൂസ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ലെയറിന് ഈ ഒരു എഫക്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കസ്റ്റമൈസ് കോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ കോർ ടൈപ്പ് എന്നുള്ളത് സേവർ എന്ന് ചേഞ്ച് ചെയ്ത് ടെക്സ്റ്റ് ലെയറിലേക്ക് കൊടുക്കുക. നിങ്ങൾ പെൻ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈൻസോ കാര്യങ്ങളോ ആണ് വരച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലെയർ മാസ്കിലേക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ടെക്സ്റ്റിനാണ് അത് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ലെയർ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. ഇവിടെ ടെക്സ്റ്റ് ലെയർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാര്യത്തിൽ ടൈറ്റിലാണ് വേണ്ടത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ ടൈറ്റിലിന്റെ സ്ട്രോക്ക് പോലെ ആ ഒരു ഗ്ലോ എഫക്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇന്റൻസിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള ഒരു വാല്യൂവിൽ ഞാൻ ഇട്ടു. നിങ്ങൾക്ക് ഇതിന്റെ കോർ സൈസും കാര്യങ്ങളും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് ഞാനത് 4ലേക്ക് ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് എല്ലാം ഇഷ്ടാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴും ആ അനിമേഷൻ കുറച്ചും ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രോക്കിനാണ് അനിമേഷൻ കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ കസ്റ്റമൈസ് കോറിന് താഴെ കുറെ ഓപ്ഷൻസ് കാണാം. ഇവിടെ സ്റ്റാർട്ട് സൈസ്, സ്റ്റാർട്ട് ഓഫ്സെറ്റ്, സ്റ്റാർട്ട് റൗണ്ട്നെസ്, എൻഡ് സൈസ്, എൻഡ് ഓഫ്സെറ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ടെക്സ്റ്റ് അനിമേഷന്റെ ക്ലാസ്സിൽ ട്രിം പാത്ത് വെച്ചിട്ട് ഒരു അനിമേഷൻ കാണിച്ചിരുന്നു. അതേ സെയിം ഓപ്ഷൻസും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏതാണ്ട് അങ്ങനത്തെ ഒരു അനിമേഷനുമാണ് ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ ഒരു സേബറിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ സൈസാണ്. നമുക്ക് അതൊന്ന് കുറയ്ക്കണം. വേറൊന്നുമല്ല, നമുക്കൊരു ടേപ്പർ എഫക്ട് പോലെ അതിന്റെ എൻഡ് വളരെ ഷാർപ്പായിട്ടും സ്റ്റാർട്ട് പോയിന്റ് നോർമൽ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഇതിന്റെ എൻഡ് സൈസ് കുറയ്ക്കുകയാണ്. ഒരു 0ലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്ലോ ചെയ്യുന്ന ലൈൻ ഈ ടെക്സ്റ്റിന്റെ ഓരോ ക്യാരക്ടറിന്റെയും ഔട്ട്ലൈൻ പോലെ മൂവ് ആവണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ഓഫ്സെറ്റിന് കീ കൊടുക്കേണ്ടതുണ്ട്. സ്റ്റാർട്ട് ഓഫ്സെറ്റിന്റെ വാല്യൂ ഞാൻ 100ലേക്ക് ഇട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല. നമുക്ക് ടൈറ്റിൽ റിവീൽ ആവേണ്ടതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ഓഫ്സെറ്റ് 100ൽ ഇട്ടത്. അതിനുശേഷം ഒരു 2ാമത്തെ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ വാല്യൂ 0ലേക്ക് കൊണ്ടുവന്നു. ഇനി നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഔട്ട്ലൈൻ ഡ്രോ ആവുന്ന ഒരു എഫക്ട് കാണാം. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഈ ഒരു സ്ട്രോക്ക് എൻഡ് ആയതിനു ശേഷം ആ ലൈൻ അവിടെ വേണ്ട. നമ്മുടെ ടെക്സ്റ്റ് ആണ് റിവീൽ ആവാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ഓഫ്സെറ്റിന് കീ കൊടുക്കുകയാണ്. യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. അതിനുശേഷം എൻഡ് ഓഫ്സെറ്റിന്റെ വാല്യൂ 0ൽ ഇടുകയാണ്. അനിമേഷന്റെ ഒരു മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ പ്ലേ ഹെഡ് വെച്ചതിന് ശേഷം എൻഡ് ഓഫ്സെറ്റ് 100ലേക്ക് ഇടാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ലൈൻ ഒന്ന് വന്ന് ഗ്ലോ ചെയ്ത് ഇല്ലാതായി പോകുന്ന പോലത്തെ അനിമേഷനാണ്. ഓക്കെ, ഈ ഇല്ലാതായി പോകുന്ന പോയിന്റിൽ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് റിവീൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ കീ ഫ്രെയിംസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആയി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത് 1-2 കളർ ലൈറ്റ്സും കൂടി ഇതുപോലെ സ്ട്രോക്ക് ആയിട്ട് മൂവ് ആവുന്നതാണ്.
ഞാൻ അതിനായിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. കീബോർഡിൽ Ctrl+D പ്രസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. നെക്സ്റ്റ് ഞാൻ ആ ലെയർ കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോഴും ആകെ ഈ ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ രണ്ട് സോളിഡ് ലെയേഴ്സും സോളിഡ് ആയിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ടാണ്. നമുക്ക് അതിന്റെ ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ട് ലെയേഴ്സ് സെലക്ട് ചെയ്യുക, ബ്ലെൻഡ് മോഡ് സ്ക്രീനിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന ടെക്സ്റ്റ് ലെയറും കൂടി റിവീൽ ആയിട്ടുണ്ട്. ഞാൻ തൽക്കാലം അതൊന്ന് ഓഫ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമുക്കത് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ രണ്ട് കളേഴ്സ് മൂവ് ആവുന്നത് കാണാം. അതിൻ്റെ തന്നെ കളേഴ്സിൽ കുറച്ചും കൂടി ചേഞ്ചസ് ചെയ്യാൻ വരുത്തുകയാണ്. കുറച്ചും കൂടി ഒരു വയലറ്റ് ടോണിലേക്ക് മാറ്റി. അതിനുശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്ത് അതും സെയിം പ്രോസസ്സിൽ ലെയർ കുറച്ച് മൂവ് ചെയ്ത് വെച്ചു. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇനി ഈ ലൈൻസിന്റെ വാല്യൂസിന് നമുക്ക് കുറച്ചും കൂടി ചേഞ്ചസ് വരുത്താനുണ്ട്. ലേയേഴ്സ് കുറച്ചും കൂടി ഞാൻ മൂവ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ അനിമേഷൻ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്താണ്. അതിനുശേഷം ഈ ലൈൻസിന്റെ കോർ സൈസ് ഒക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വരുത്തി. അതിന്റെ ഓഫ്സെറ്റും കാര്യങ്ങളും കൂടി ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. ഓരോ കളറും സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരാൻ വേണ്ടി ഞാനപ്പോൾ ജസ്റ്റ് ഇടയിലുള്ള ഒരു ലെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ വാല്യൂസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽ ലെയറിലെ അനിമേഷനും കാര്യങ്ങളും ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു റാൻഡം ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു മോഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ കീ ഫ്രെയിംസും വാല്യൂ ഒക്കെ കുറച്ചും കൂടി ഒന്ന് റാൻഡമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു മോഷൻ എനിക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു സ്പാർക്ക് പോലത്തെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു എനർജി വരുന്ന പോലത്തെ ഒരു എഫക്റ്റ് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ലെയേഴ്സ് എല്ലാം 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 3D ആക്കി. ഇനി 3D വ്യൂവിൽ ഞാൻ കുറച്ചൊന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു ഒരേ ലൈനിൽ കൂടി മൂവ് ആവുന്നതിന് പകരം കുറച്ചും കൂടി ചേഞ്ചിലും കുറച്ച് സ്പേസിലുമാണ് മൂവ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ലെയർ ബൈ ലെയർ സെലക്ട് ചെയ്യുക, അത് മൂവ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ കസ്റ്റം വ്യൂവിലാണുള്ളത്. നിങ്ങൾക്ക് ഈ ചേഞ്ച് ഇവിടെ മനസ്സിലാവും. കണ്ടോ, ഒരു 3 ടെക്സ്റ്റ് ലെയേഴ്സും 3 ഓർഡറിൽ ഇരിക്കുന്നത്. കസ്റ്റം വ്യൂവിൽ അത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലൈൻസും പ്ലേ ആവുന്നത് എങ്ങനെയാണെന്ന് കാണാം. മെയിൻ വിൻഡോയിലേക്ക് വരാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിങ്ങും കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വിട്ട് നിൽക്കുന്ന പോലെയും കുറച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന പോലെയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആ ഒരു എനർജി ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഇതേ സെയിം ലൈറ്റ് തന്നെ ഒന്ന് സ്പാർക്കായി പോകുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏത് കളർ ലെയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം മിഡിലുള്ള ഒരു ലെയർ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്.
അതിനുശേഷം ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു. ജസ്റ്റ് അതിനൊന്ന് റീനെയിം ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിനൊന്ന് റീനെയിം ചെയ്തു. അതിനുശേഷം അതിനൊരു സ്പാർക്ക് ലെയർ പോലെ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന് പറയുന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യാണ്. എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ വന്ന് സെർച്ച് ചെയ്യുക, ടർബുലന്റ് ഡിസ്പ്ലേസ്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ആ ലെയർ മാത്രം ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ആ ലെയർ ഒന്ന് ഡിസ്റ്റോർട്ട് ആവുകയാണ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നതെന്ന്. കണ്ടോ? നിങ്ങൾക്ക് ഇത് വെച്ച് ഒരുപാട് നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇതിനൊരു സ്പാർക്ക് പോലെ ഫോം ചെയ്യാനായിട്ട് ഇതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. എനിക്ക് വളരെ ചെറിയൊരു വാല്യൂയിലേക്കാണ് ഇത് വേണ്ടത്. ജസ്റ്റ് ഒരു 80ലേക്ക് ഇടുകയാണ് അതിന്റെ എമൗണ്ട്. നെക്സ്റ്റ് അതിന്റെ സൈസ് ഞാൻ വല്ലാതെ കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് വളരെ വലുതാണ്, കുറയ്ക്കുമ്പോൾ അത് വളരെ ചെറുതാവുന്നു. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേവി പോലത്തെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. കണ്ടോ? അതിന്റെ ആംഗിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അതിനുശേഷം അതിന്റെ കോംപ്ലക്സിറ്റി 1 എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ഞാനൊരു 10ലേക്ക് ഇടുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഒരു എനർജി ബീം പോലെ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഒക്കെ വരുന്ന പോലത്തെ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇതേ സെയിം ഇതിൽ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ വേറെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ വാല്യൂസ് എല്ലാം ഈ ഒരു ഫോമാറ്റിൽ ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു സ്പാർക്ക് എഫക്റ്റ് പോലെ ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് എമൗണ്ടിനും സൈസിനുമാണ് കീ കൊടുക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു മിഡിൽ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ എമൗണ്ടിന് ഒരു കീ കൊടുത്തു, സൈസിനും ഒരു കീ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ഓൾമോസ്റ്റ് റീഡബിൾ ആയുള്ള ഒരു സെന്റർ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. വളരെ ഹൈയിലേക്ക് ഞാനത് കൊണ്ടുപോവാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരു സ്പാർക്കി ആയിട്ടുള്ള എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എനർജി ഉണ്ടായി വന്ന് ഇല്ലാണ്ടായി പോകുന്ന പോലത്തെ എഫക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ചും കൂടി ചേഞ്ചസ് വരുത്താനുണ്ട്. കീ ഫ്രെയിംസിലേക്ക് പോയി കീ ഫ്രെയിംസ് കുറച്ചും കൂടി അടുത്ത് വെക്കുകയാണ്. ഓക്കെ, അതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ കിട്ടും. അതിനുശേഷം ഞാൻ ഇതിന്റെ ഫേവർ എഫക്റ്റിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും വരുത്തുകയാണ്. എനിക്ക് ഇത്രോ ഏരിയാസിലേക്ക് അത് സ്പ്രെഡായി നിൽക്കണ്ട, ജസ്റ്റ് ഈ ഒരു സ്പാർക്കിന്റെ ഏരിയയിൽ മാത്രം വന്നാൽ മതി. ഞാൻ അതിന്റെ കോർ സൈസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു വാല്യൂവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്പ്രെഡ് ആവുന്നൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ സ്പാർക്ക് വന്ന് പോകുന്ന പോലത്തെ ഒരു അനിമേഷൻ വേണം. ഇപ്പൊ ജസ്റ്റ് വന്ന് നിൽക്കുന്നേ ഉള്ളൂ, നമുക്കത് വന്ന് പോകണം. ഞാനിപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്പാർക്ക് മാക്സിമത്തിലുള്ള ഒരു വാല്യൂ കോപ്പി ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം ആ കീ ഫ്രെയിംസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, സ്പാർക്ക് ക്രിയേറ്റ് ആയി വന്ന് എൻഡ് ആവുന്ന പോലത്തെ ഒരു അനിമേഷൻ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ വളരെ ലീനിയർ ആയിട്ടുള്ള അനിമേഷൻ ആണ്. നമുക്കിതൊന്ന് സ്മൂത്ത് ചെയ്യണം. കീ ഫ്രെയിം സെലക്ട് ചെയ്തു, അതിനുശേഷം F9 പ്രസ് ചെയ്തു, ഈസീസ് കൊടുത്തു, ഗ്രാഫ് എഡിറ്റർ എടുക്കുക. അതിനുശേഷം ആ ഗ്രാഫ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നമുക്ക് വളരെ സ്ലോയിൽ വന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആവുകയും സ്ലോയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന പോലത്തെ ഒരു അനിമേഷനാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്പാർക്ക് വരുന്ന അനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി അതിന്റെ എൻഡ് മാത്രം ഒന്ന് റെഡി ആയി കൊടുത്താൽ മതി. ഞാൻ ആ സേവർ എഫക്റ്റിന്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. നമ്മുടെ വാല്യൂസിനനുസരിച്ച് ചേഞ്ച് ചെയ്തു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്പാർക്ക് അത്യാവശ്യം ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലെയർ അൺസോൾവ് ചെയ്യാം. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതിന്റെ ഇടയ്ക്ക് ഒരു സ്പാർക്ക് വരുന്ന പോലത്തെ ഒരു എഫക്റ്റ് കിട്ടി. ജസ്റ്റ് ഞാൻ ആ ലെയർ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേറൊരു കളറിലേക്ക്. ഓക്കെ, ഈ ഒരു കളർ എനിക്ക് ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അനിമേഷൻ വാല്യൂസും കുറച്ചൊന്ന് ട്വീക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുകയാണ് ഞാനത്.
ആ ലെയറിന്റെ ടെർബുലന്റ് വാല്യൂ ഞാൻ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്, കുറച്ചുകൂടി റാൻഡം ഫീൽ കിട്ടാൻ വേണ്ടി. കീ ഫ്രെയിംസ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ഗ്രാഫ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ആ ലെയേഴ്സ് 3D സ്പേസിൽ കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ അതിനായിട്ട് ആ ലെയർ സെലക്ട് ചെയ്യുന്നു. സ്പാർക്ക് വരുന്ന ലെയർ കുറച്ച് മുന്നിലും നമ്മുടെ ആദ്യത്തെ സ്പാർക്ക് കുറച്ച് ബാക്കിലുമായിട്ട് വെക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും റൊട്ടേഷനോ ചേഞ്ചസോ വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിനൊരു ചെറിയ റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഒരു സ്പാർക്ക് എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് റിവീൽ ആവണം. ടെക്സ്റ്റ് റിവീൽ ആവേണ്ട എഫക്റ്റും കാര്യങ്ങളെല്ലാം വന്നു, പക്ഷേ ടെക്സ്റ്റ് വന്നിട്ടില്ല. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ലെയർ എടുത്ത് മുകളിലേക്ക് വെക്കുകയാണ്. ഏകദേശം ടെക്സ്റ്റ് റിവീൽ ആവേണ്ട പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം അത് ഓൺ ആക്കുകയാണ്. ഇപ്പം ഇതൊരു കട്ട് പോലെ പെട്ടെന്ന് ടെക്സ്റ്റ് റിവീൽ ആവുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്മൂത്ത് ആയിട്ട് വേണം. പിന്നെ ഇതിന്റെ കളറും കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാനപ്പോൾ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ ഗ്രേഡിയന്റ് റാമ്പ് എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഗ്രേഡിയന്റ് റാമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 4 കളർ ഗ്രേഡിയന്റ് ഉണ്ട്, സാധാ ഗ്രേഡിയന്റ് റാമ്പ് ഉണ്ട്. 4 കളർ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് 2 കളേഴ്സ് കൊടുക്കുന്നുള്ളൂ. ഗ്രേഡിയന്റ് റാമ്പ് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് 2 കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഞാൻ ജസ്റ്റ് അതിന്റെ കളേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സോളോ ചെയ്തു. നമുക്ക് ആ റാമ്പ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ റാമ്പ് ലീനിയർ ആയിട്ടുള്ളത് മാറ്റി റേഡിയൽ ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലീനിയറിൽ തന്നെ ഇടുകയാണ്. അതിനുശേഷം അതിന്റെ സ്റ്റാർട്ട് എൻഡ് പോയിന്റ്സ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നമ്മൾ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വളരെ സ്മൂത്ത് ആയിട്ട് റിവീൽ ആവുന്ന ഒരു എഫക്റ്റ് വേണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലീനിയർ വൈപ്പാണ്. ഇവിടെ നമുക്ക് ലീനിയർ വൈപ്പ് എന്ന് പറയുന്ന ട്രാൻസിഷൻ കാണാം. ഞാൻ ജസ്റ്റ് അത് അപ്ലൈ ചെയ്യാണ്. ഓൾറെഡി അവിടെ കീ ഫ്രെയിംസും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ആ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് വേണ്ട. പുതിയ കീ ഫ്രെയിംസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. അതിനുശേഷം ഇതിന്റെ ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ആംഗിളിലുള്ള ചേഞ്ച് മനസ്സിലാവും. കണ്ടോ? ഓക്കെ, ട്രാൻസിഷൻ 100% ഇടാം. അതിനുശേഷം ഇവിടെ കീ കൊടുക്കുക. പ്ലേ ഹെഡ് കുറച്ച് മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം 0ലേക്ക് ഇടാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇത് വളരെ ഷാർപ്പായിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഫെദർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ആ കീ ഫ്രെയിം സെലക്ട് ചെയ്തു, F9 പ്രസ് ചെയ്തു, സ്മൂത്ത് ചെയ്തു. നമുക്ക് അൺസോളോ ചെയ്യാം. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് ആ ടെക്സ്ചർ റിവീൽ ആയത്. നമുക്ക് അതിന്റെ പോയിന്റും കാര്യങ്ങളും കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഓക്കെ, ഏകദേശം ടെക്സ്റ്റ് റിവീൽ ആവുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് എനിക്ക് ആ സ്പാർക്ക് വന്നു പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സ്പാർക്ക് ലെയർ 2 സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ലെയേഴ്സ് കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻസും കാര്യങ്ങളും ഈ ടെക്സ്റ്റിന്റെ മുകളിൽ വന്നതായിട്ട് കാണാം. വേറെ ഒന്നും കൊണ്ടല്ല, ആ ലെയർ കുറച്ച് പിന്നിലായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് അത് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ത്രീ ഡി സ്പേസിൽ ഞാൻ കുറച്ചുകൂടി മൂവ്മെന്റ്സും കാര്യങ്ങളും വരുത്തി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് റിവീൽ ചെയ്യുന്ന അനിമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും ഡൈനാമിക് ആക്കാനായിട്ട് ഇതിലേക്ക് ഒരു ക്യാമറ മോഷൻ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
നമ്മൾ അതുകൊണ്ടാണ് ആദ്യം ഇതെല്ലാം 3D ആക്കിയത്. ക്യാമറ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇതിനൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ റിഫ്ലക്ഷൻ താഴെ വരുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. ഞാനൊരു പുതിയ സോൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഫ്ലോറിന് നെയിം ചെയ്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ അതിനെ ഒരു പ്രീ കോമ്പോസിഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അനിമേഷൻ എല്ലാം സെലക്ട് ചെയ്ത് അതിനെ പ്രീ കമ്പോസ് ചെയ്യാം. ജസ്റ്റ് അതിനെ റീനെയിം ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ കോമ്പോസിഷൻ. ഇപ്പോൾ ഇതൊരു 3D ലെയർ അല്ല, ഇതൊരു കോമ്പോസിഷൻ ആണ്. അതിനെ 3D ആക്കാം. പക്ഷെ 3D ആക്കിയാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതൊരൊറ്റ സിംഗിൾ ലെയർ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ആ കോമ്പോസിഷന്റെ അകത്ത് ചെയ്തു വെച്ച ആ സ്പേസിങ് കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഇതിപ്പോൾ കൊളാബ് ട്രാൻസ്ഫോർമേഷൻ ആണ് ആയിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റാർ ഐക്കൺ കാണാം. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കോമ്പോസിഷന്റെ അകത്തുള്ള എല്ലാ ലെയേഴ്സും അതിന്റെ ഇൻഡിവിജ്വൽ പൊസിഷനിലും കാര്യങ്ങളിലേക്കും ചേഞ്ച് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും വെക്ടർ എലമെന്റ്സ് ഇലസ്ട്രേറ്ററിൽ നിന്ന് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെക്ടറായി തന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ സെയിം ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫ്ലോർ കോമ്പോസിഷന്റെ അകത്തേക്ക് പോവാം. ഇവിടെ നമുക്കൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ടർബുലന്റ് നോയ്സ് ആണ്. ജസ്റ്റ് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ ടർബുലന്റ് നോയ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഫക്ട് കാണാം. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു എഫക്ട് കിട്ടും. ഇവിടെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വരുത്തി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിന്റെ വാല്യൂസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാണ്. എനിക്ക് വളരെ റഫ് ആയിട്ടുള്ളതും കുറച്ച് ഗ്ലോസി ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലോർ വേണം. അതിനായിട്ട് ഞാൻ ഇതിന്റെ വാല്യൂസും കാര്യങ്ങളും കുറച്ച് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളൊരു കളർ ടെക്സ്ചർ ഇവിടെ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു 3D ബമ്പും ഡിസ്പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം ഇതിനെ 3D ആക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. നമുക്കിത് ഫ്ലോർ ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാനിതിനെ താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എൻഡും കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോഷൻ ടൈൽ എന്ന് പറയുന്നൊരു എഫക്റ്റ് ആണ്. ഇവിടെ നമുക്ക് മോഷൻ ടൈൽ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാം. അത് ഞാൻ അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ ഔട്ട്പുട്ട് വിഡ്ത്തും ഔട്ട്പുട്ട് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയി. ആ ഫ്ലോർ കുറച്ചും കൂടി വലുതാക്കുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇത് റിപ്പീറ്റ് ആയി പോയിരിക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് മിറർ എഡ്ജസ് ഓൺ ആയി കൊടുക്കുകയാണ്, ഒരു റാൻഡം ഫീൽ കിട്ടാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം ടർബുലന്റ് നോയ്സിൽ വന്ന് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിന്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു റാൻഡം ഫീൽ കിട്ടാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് ആ വൈറ്റ് സ്പേസും ബ്ലാക്ക് സ്പേസും പരസ്പരം ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇൻവേർട്ടായി. ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്, ഒരു ബ്ലാക്ക് ഏരിയ കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ. ഓക്കെ, നമ്മുടെ ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ കോമ്പോസിഷനിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലോർ കാണാം, പക്ഷേ അതിന്റെ റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് നമ്മുടെ മെയിൻ ടൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് റിഫ്ലക്ഷൻ ആയിട്ട് വെക്കാൻ വേണ്ടി. അതിനുശേഷം ആ ലെയർ ഫ്ലിപ്പ് ചെയ്യാണ് വെർട്ടിക്കലി. ട്രാൻസ്ഫോമിൽ ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വെർട്ടിക്കലായിട്ട് കിട്ടി. അതിനുശേഷം അതിന്റെ പൊസിഷൻ ഒന്ന് കുറച്ച് താഴത്തേക്ക് കൊണ്ടുവരാണ്, ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ആ ടൈറ്റിൽ 2 റീനെയിം ചെയ്യാം. റിഫ്ലക്ഷൻ ഞാൻ അതിനെ റീനെയിം ചെയ്തു. അതിനുശേഷം അതെടുത്ത് ഏറ്റവും ബോട്ടത്തിലിട്ടു. ഇനി നമുക്കിത് റിഫ്ലക്ഷൻ പോലെ കുറച്ച് ബ്ലർ ചെയ്യുകയും സ്ക്വീസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിനായിട്ട് ഞാൻ എൻ്റെ സ്കെയിൽ വാല്യൂ സെലക്ട് ചെയ്തു, കുറച്ചൊന്ന് സ്ക്യൂ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് കുറച്ച് ബ്ലർ ചെയ്യാനുണ്ട്. ഞാൻ അതിന് തന്നെ നമ്മുടെ ഫ്ലോർ ലെയർ ഒന്ന് ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഈ റിഫ്ലക്ഷൻ ലെയർ സെലക്ട് ചെയ്ത് അതിലേക്ക് ഒരു ബ്ലർ ആഡ് ചെയ്യാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഡയറക്ഷണൽ ബ്ലർ ആണ്. ആംഗിൾ ഒരു -90 ഇട്ടതിന് ശേഷം അതിന്റെ ബ്ലർ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ബ്ലർ ആയിട്ടുണ്ട്. അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കണം, ഒരു 70% ഞാൻ അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അതിനുശേഷം അതിന്റെ കളേഴ്സ് ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കർവ്സ് ആഡ് ചെയ്യാണ്. കർവ്സ് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും വരുത്താം. ഞാൻ ഡ്രസ് കർവാണ് കൊടുക്കുന്നത്. ആ ബ്ലാക്സ് എല്ലാം ബ്ലാക്ക് ആയും വൈറ്റ്സ് എല്ലാം കുറച്ചും കൂടി ബ്രൈറ്റ് ആയി നിൽക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആ അഡ്ജസ്റ്റ്മെന്റ് ലെയർ റിഫ്ലക്ഷന്റെ മുകളിലേക്ക് എടുത്തുക, ഫ്ലോർ എന്ന് പറയുന്ന ലെവല് താഴത്തേക്ക് കൊണ്ടുവരിക. ഇനി ആ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ നമുക്ക് 1-2 എഫക്റ്റുകൾ ആഡ് ചെയ്യാനുണ്ട്.
ആദ്യമായിട്ട് കോമ്പൗണ്ട് ബ്ലർ. ഈ കോമ്പൗണ്ട് ബ്ലർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലർ ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ലെയറിനനുസരിച്ചായിരിക്കും ഈ ബ്ലർ വർക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബ്ലർ ആ ഫ്ലോറിന്റെ റിഫ്ലക്ഷൻ പോലെ വന്നതുണ്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഫീൽ കിട്ടാൻ വേണ്ടി CC ഗ്ലാസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഗ്ലാസിന്റെ സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബംബ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ബംബ് മാപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഫ്ലോറിന്റെ ടെക്സ്ചർ റെഡിയാക്കിയപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഫ്ലോർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇതിന്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോഫ്റ്റ്നെസിന്റെ വാല്യൂ ഞാൻ 0ലേക്ക് ഇടുകയാണ്. നമുക്ക് വല്ലാതെ സോഫ്റ്റ് ആയിട്ട് വേണ്ട, ആ ടെക്സ്ചർ ഫീൽ ചെയ്യണം. നെക്സ്റ്റ് ഞാൻ അതിന്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. ഒരു 5 ഇട്ടു. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഞാനൊന്ന് കുറയ്ക്കുകയാണ്. ഒരു 4ലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറിന്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ഇതിന്റെ ലൈറ്റ് സെറ്റിംഗ്സിൽ വന്ന് ഇവിടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ചൊന്ന് കൂട്ടാം. ആ റിഫ്ലക്ഷൻ കുറച്ചുകൂടി പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് അത്. ഓക്കെ, അതിന്റെ ലൈറ്റ് ഇന്റൻസിറ്റി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡിങ്ങിൽ വന്ന് ഇവിടെ സ്പെക്കുലറിന്റെ വാല്യൂ കുറച്ച് കുറയ്ക്കണം. സ്പെക്കുലറിന്റെ വാല്യൂ കുറയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ സ്മൂത്ത് ആയുള്ള സർഫസിൽ ഒരു ഗ്ലാസ് പോലുള്ള റിഫ്ലക്ഷനും റഫ് ആയുള്ള സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലക്ഷനും ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് 0ലേക്ക് ഇട്ടു. ഇതിന്റെ റഫ്നെസിന്റെ വാല്യൂയും ഞാനൊന്ന് കുറയ്ക്കുകയാണ്. നമുക്കൊരു 0.005 മതി. ഇപ്പൊ നിങ്ങൾ ആ റിഫ്ലക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതിനനുസരിച്ചുള്ള റിഫ്ലക്ഷനും കാണാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളെല്ലാം ഫ്ലോറിൽ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്ലോർ എൻഡ് ആവുന്ന പോലെ കാണാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്ലോറിന്റെ കോമ്പോസിഷനിൽ പോയതിനു ശേഷം ഈ ഫ്ലോറിന്റെ ഹൈറ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടുവാണ്. ആ ഫ്ലോർ കുറച്ചും കൂടി ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ കോമ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിഫ്ലക്ഷൻ ക്ലീൻ ആയിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മുടെ റിഫ്ലക്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ഒരു എഫക്റ്റ് എല്ലാം ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഗ്ലാസ്സിൽ റിഫ്ലക്ട് ചെയ്യുന്ന പോലത്തെ ഫീൽ ആയി കിട്ടിയിട്ടുണ്ട്. ആ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഈ ടൈറ്റിൽ മാത്രം കണ്ടാൽ മതി, റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ റിഫ്ലക്ഷന് ഒരു ഒപ്പാസിറ്റി അനിമേഷൻ കൊടുക്കുകയാണ്. ഏകദേശം ടൈറ്റിൽ റിവേൽ ആവുന്ന ആ ഒരു പോയിന്റിന് ശേഷം റിഫ്ലക്ഷൻ കട്ടാവുന്ന പോലെ ജസ്റ്റ് ഒരു 2 ഫ്രെയിംസിന് ശേഷം ഒപ്പാസിറ്റി കുറച്ചു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ടൈമിംഗ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ലൈറ്റ് എൻഡ് ചെയ്യുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ എൻഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു ടെക്സ്റ്റിന് ഒരു എഫക്റ്റ് കൂടി കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, ഒരു ലൈറ്റ് സ്വീപ്പ് എഫക്റ്റ് ആണ്. ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് സ്വീപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ലൈറ്റ് സ്വീപ്പ് എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 3D ടെക്സ്റ്റിൽ അല്ലെങ്കിൽ എംബോസായി അല്ലെങ്കിൽ ബിവലായി നിൽക്കുന്ന ഒരു ടെക്സ്റ്റുമേ ലൈറ്റ് അടിക്കുമ്പോൾ എങ്ങനത്തെ റിഫ്ലക്ഷൻ ആണോ വരുന്നത് അതുപോലത്തെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ ക്രിയേറ്റ് ആവും. ജസ്റ്റ് ഞാൻ അതിന്റെ സെന്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈറ്റ് മൂവ്മെന്റ് മനസ്സിലാവും. കണ്ടോ, ഒരു ലൈറ്റ് വന്ന് പാസ് ചെയ്യുന്ന പോലെ. ജസ്റ്റ് അങ്ങനത്തെ ഒരു അനിമേഷൻ കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആ എൻഡ് പോയിന്റ് വന്നു കഴിയുമ്പോൾ, അതായത് നമ്മളുടെ ഗ്ലോയും സ്ട്രോക്കും എല്ലാം കഴിഞ്ഞ് എൻഡ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് പാസ്സായി പോകുന്ന പോലത്തെ ഒരു എഫക്റ്റ്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, അതിന്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കാം. അതിനുശേഷം കീ ഫ്രെയിം സ്മൂത്ത് ചെയ്തു. നിങ്ങൾക്ക് ആ ലൈറ്റ് സ്വീപ്പിന്റെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് തന്നെ ഇട്ടു എന്ന് മാത്രം. മെയിൻ കോമ്പോസിഷനിൽ വരാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഒരു ചെറിയ ഗ്രേഡിയന്റ് എഫക്റ്റ് കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. ഒരു ന്യൂ സോൾഡ് ക്രിയേറ്റ് ചെയ്തു. ഒരു സോൾഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഗ്രേഡിയന്റ് സെർച്ച് ചെയ്യുക. ഞാൻ ഈ റാമ്പ് റേഡിയൽ ആയിട്ടാണ് ചെയ്യുന്നത്.
ജസ്റ്റ് കളേഴ്സ് അങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ എനിക്ക് ഓക്കെ ആണ്. ഓക്കെ, അതിനുശേഷം ഈ റാം സ്കാറ്റർ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കാം. ജസ്റ്റ് ഒരു കളർ ടോൺ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, ആ ഒരു ടോൺ കിട്ടിയിട്ടുണ്ട്. ഒപ്പാസിറ്റി ഞാൻ കുറച്ചുകൂടി ഡൗൺ ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു നല്ല ടൈറ്റിൽ അനിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് മൂവ്മെന്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഞാനൊരു 3D ക്യാമറ കൂടി ആഡ് ചെയ്യാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്യാമറ. ഓക്കെ, നമ്മുടെ ക്യാമറ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയ്ക്ക് ഒരു അനിമേഷൻ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പുതിയൊരു നൾ ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. നൾ ഒബ്ജക്റ്റ് 3D ആക്കി ക്യാമറ പാരന്റ് ചെയ്തു. 3D വ്യൂവിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ നൾ ഒബ്ജക്റ്റ് കാണാം, നമ്മുടെ ക്യാമറയും കാണാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അനിമേഷൻ എന്ന് പറയുന്നത് ക്യാമറ സൂം ഔട്ടായി വരുന്ന പോലത്തെ ഒരു അനിമേഷനാണ്. നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം P പ്രസ് ചെയ്യുക, പൊസിഷൻ, Shift+R, റൊട്ടേഷൻ. പൊസിഷന്റെയും റൊട്ടേഷന്റെയും വാല്യൂസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പൊസിഷൻ ഒന്ന് അനിമേറ്റ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ക്യാമറ എവിടെയാണോ വേണ്ടത് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അതിനുശേഷം പൊസിഷൻ കീ കൊടുക്കുക. ടൈറ്റിൽ വന്ന് തുടങ്ങുന്ന നേരമാകുമ്പോഴത്തേക്കും ക്യാമറയിൽ അത് കാണണം. ഓക്കെ, ഈ ഒരു പൊസിഷൻ എനിക്ക് ഓക്കെ ആണ്. ആക്റ്റീവ് ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് കാണാം. വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു അനിമേഷൻ ആണത്. സ്മൂത്ത് ചെയ്യാനായിട്ട് നമ്മുടെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക, ഗ്രാഫിക്സിൽ പോവുക. ഇപ്പോൾ വരുന്ന ഒരു അനിമേഷൻ എനിക്ക് വന്ന് വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ വേണം. അതായത് ക്യാമറ വേഗം വന്നതിന് ശേഷം ടെക്സ്റ്റ് പതിയെ കണ്ടു തുടങ്ങുമ്പോൾ ലോ ആയി ബാക്കോട്ട് പോകുന്ന പോലത്തെ ഒരു അനിമേഷനാണ് എനിക്ക് വേണ്ടത്. കുറച്ച് നേരം കൂടി ആ ഒരു മൂവ്മെന്റ് സ്റ്റേ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാല്യൂ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ ഒരു അനിമേഷൻ എനിക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് എനിക്ക് ഇതിലേക്ക് ചെറിയൊരു റൊട്ടേഷൻ കൂടി ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് അതിന്റെ C വാല്യൂ കീ കൊടുത്തു, എൻഡിലേക്ക് വെച്ചു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു -180യിലേക്ക് ഞാൻ ഇടുവാണ്. ഫുള്ള് ഫ്ലിപ്പായി നിൽക്കുന്ന രീതിയിൽ പിക്ചർ വരാൻ. ഓക്കെ, കംപ്ലീറ്റ് ഫ്ലിപ്പായിട്ടാണ് വരുന്നത്. അതിനുശേഷം കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, സ്മൂത്ത് ചെയ്യുക, മോഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഗ്രാഫ് കാര്യങ്ങൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഒരു അനിമേഷൻ ഓക്കെയാണ് എനിക്ക്. ജസ്റ്റ് മോഷൻ ബ്ലർ കാര്യങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് അനിമേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡെപ്തും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി 1-2 എലമെന്റ്സ് കൂടി ആഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇതിന്റെ ഫോർഗ്രൗണ്ടിലും ബാക്കിലേക്ക് ആയിട്ട് കുറച്ച് പാറ്റേൺസും കാര്യങ്ങളും പോലത്തെ ഒരു അനിമേഷനും കാര്യങ്ങളും കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ലെയേഴ്സ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റീഅറേഞ്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ ടൈറ്റിലിന്റെ ലെയറിന്റെ ഉള്ളിൽ പോവുക. അതിനുശേഷം നമ്മുടെ സ്പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയേഴ്സ് ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കൊണ്ടിടുക. രണ്ടിന്റെ കീ ഫ്രെയിംസിനും കാര്യങ്ങൾക്കും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം 3D വ്യൂവിൽ പോയി അതിന്റെ പൊസിഷൻ ഒന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് വെക്കുക. ജസ്റ്റ് പൊസിഷൻ മുന്നിലേക്ക് വെക്കുക മാത്രമല്ല, നമ്മളത് സൈഡിലേക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, കുറച്ചുകൂടി ക്യാമറയോട് ക്ലോസ് ആയിട്ടുള്ള ഏരിയയിൽ ആ ഒരു അനിമേഷൻ വരാൻ വേണ്ടിയാണ്. ഓക്കെ, മെയിൻ വിൻഡോയിൽ വരാം. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ആ ഒരു ലെയർ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക, ശേഷം ആ ലെയർ മൂവ് ചെയ്ത് ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക.
അതിനുശേഷം 2 ലേയേഴ്സും കുറച്ചൊന്ന് സ്കെയിൽ ചെയ്യുക, കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ അലൈൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം കുറച്ചും കൂടി സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാവുന്നതാണ്. അതിന്റെ ടൈമിംഗ് കാര്യങ്ങൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ലെയർ ഞാനൊന്ന് കുറച്ച് ഒതുക്കി വെക്കുകയാണ്, കാരണം അതിന്റെ മൂവ്മെന്റും കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിലേക്കും സ്ക്രീനിലേക്കും വല്ലാതെ കയറി വരുന്നുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ 2 ലെയേഴ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടി എടുക്കുകയാണ്. പക്ഷേ കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ്, റിപ്പീറ്റേഷൻ ഫീൽ കിട്ടാൻ വേണ്ടി. കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്യാം. അനിമേഷൻ കുറച്ച് ഫാസ്റ്റ് ആണ്, ഞാനൊന്ന് സ്ലോ ചെയ്യാണ്. ഓക്കെ, ഒന്ന് പ്രിവ്യൂ കൊണ്ട് നോക്കാം. ഓക്കെ, ഞാനിനി ഇതിന്റെ കോംപ്ലക്സിറ്റി കാര്യങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്താണ്. കീ ഫ്രെയിം ഉള്ള പോയിന്റ് ചെന്നു, അതായത് അതിന്റെ മാക്സിമം വാല്യൂ വരുന്ന ഒരു പോയിന്റിൽ. ശേഷം കുറച്ചൊന്ന് ചേഞ്ചും കാര്യങ്ങൾ വരുത്തി കൊടുക്കുകയാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു വാല്യൂ എനിക്ക് ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് ആ സെയിം കീ ഫ്രെയിംസ് ഒന്ന് കോപ്പി ചെയ്ത് മുകളിലത്തെ രണ്ടാമത്തെ നോയ്സ് ലെയറിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ അനിമേഷനും കാര്യങ്ങളൊന്ന് എൻഡ് ചെയ്യുന്ന പോയിന്റ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് അതിന്റെ ഒപ്പാസിറ്റി വാല്യൂക്ക് ഞാൻ ഒരു കീ ഫ്രെയിം കൊടുക്കുകയാണ്. സ്പാർക്ക് വന്നതിന് ശേഷം ആ ലെയേഴ്സ് ഫെയ്ഡായി പോവാൻ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കോമ്പോസിഷനിൽ ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ റിവീലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ പോലെയുണ്ട്, അതായത് ഇതിന്റെ ഒരു മിറേർഡ് ലുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കത് വേണ്ട, അതുകൊണ്ട് ഞാൻ ആ സ്പാർക്ക് ലെയേഴ്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് മെയിൻ കോമ്പോസിഷനിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, നമുക്ക് വേണ്ട രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ഒരു സ്റ്റൈലിലല്ലാതെ വേറെയും പല സ്റ്റൈലുകളിൽ പല ടൈപ്പ് ടൈറ്റിൽ അനിമേഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഓരോന്നിലും വ്യത്യസ്തമാവുന്നുണ്ടെങ്കിലും ക്യാമറയുടെ മൂവ്മെന്റ്, സ്മൂത്ത്നെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിരിക്കും. പിന്നെ ഈ ഒരു ടൈറ്റിൽ അനിമേഷനിൽ നമ്മൾ ഒരുപാട് എഫക്ട്സ് ട്രൈ ചെയ്തു. ഉദാഹരണത്തിന് ആ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബം മാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിന് പുറമെ ആ ഗ്ലോസി എഫക്ട് കിട്ടാൻ വേണ്ടി നമ്മൾ CC ഗ്ലാസ്, ഡയറക്ഷണൽ ബ്ലർ, പിന്നെ മെയിൻ ടെക്സ്റ്റിനായിട്ട് നമ്മൾ ഗ്രേഡിയന്റ് റാമ്പ്, ലൈറ്റ് സ്വീപ്പ്, അങ്ങനെ 1-2 എഫക്റ്റുകളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സിലെ ടൈറ്റിൽ അനിമേഷന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് ടൈപ്പ് അനിമേഷൻസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫയലിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യും, അതായത് ഇതിനൊരു ടെംപ്ലേറ്റ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അനിമേഷൻ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത് പഠിച്ചു. പക്ഷെ ഒരു ടൈറ്റിൽ അനിമേഷൻ നമുക്ക് എങ്ങനെ വീണ്ടും യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ടായും തന്നെ ഈ ഒരു ഫയൽ പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ എല്ലാം തന്നെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ ഉള്ള ടൂൾസും കാര്യങ്ങളും വെച്ച് ചെയ്തതാണ്. എക്സ്ട്രാ എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർലേ ലെയേഴ്സോ കാര്യങ്ങളോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ ഫയൽ മാനേജറിൽ പല ലൊക്കേഷൻസിലായിരിക്കും കിടക്കുക. ഓക്കെ, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് ഒരു പ്രോപ്പർ ഫോൾഡറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് ഫയലിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ എങ്ങനെ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഫയലിൽ ഡിപ്പെൻഡൻസീസ് പോവുക, അവിടെ കളക്ട് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ബോക്സ് വരും. ഇവിടെ നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് കൊടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് കോമ്പോസിഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ മാത്രം മതിയോ അതോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പോസിഷൻസ് വേണമോ എന്ന് ചോദിക്കുന്നതാണ്.
ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് ഫോർ ഓൾ കോമ്പോസിഷൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ 1-2 ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് അത്ര അത്യാവശ്യമായിട്ടുള്ളതല്ല. ജസ്റ്റ് ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ മാത്രം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഫയൽസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കാണിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് എഫക്ട്സിന്റെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം കാണാം. ജസ്റ്റ് കളക്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ അസൈൻ ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. സേവ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു ഫയല്. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഒരു പുതിയ ഫയലാണ്. ഇനി എനിക്ക് ഇതിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം, എസ്പെഷ്യലി ടെക്സ്റ്റിന്റെ കാര്യത്തിൽ. ഞാൻ ജസ്റ്റ് ടൈറ്റിലിന്റെ കോമ്പോസിഷനിൽ പോവാണ്. അതിനുശേഷം ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ലെയർ ഞാൻ ചേഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ കോമ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടാവും. കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നോർമലി ഒരു ടെക്സ്റ്റ് ലെയർ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു കോമ്പോസിഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോമ്പോസിഷനിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ബാക്കിയുള്ള എല്ലായിടത്തും എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ ചേഞ്ച് ചെയ്തപ്പോൾ ബാക്കി എല്ലായിടത്തും അത് ചേഞ്ച് ആയത്, സേബർ എഫക്റ്റിലും റിഫ്ലക്ഷനിലും എല്ലാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടെക്സ്റ്റ് അനിമേഷൻ ചെയ്താലും ടെക്സ്റ്റ് ലെയർ ഒരു കോമ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം ടൈറ്റിൽ അനിമേഷൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.